Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 40. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. എന്നാലും സെബാസ്റ്റ്യൻ സാർ ആളുകൊള്ളാം. നീ ഇവിടെ ഉണ്ടെന്നൊരു സൂചന പോലും അങ്ങേര് തന്നില്ല. ദേവന്റെ പരാതി കേട്ട് വൈശാഖി ചിരിച്ചു. ഗൗരി, നിന്നോട് അങ്ങേര് പറഞ്ഞായിരുന്നോ? ഇല്ല. അവളും ചുമലുകൾ കൂച്ചി. ഇതിപ്പോ ഞാൻ ചോദിച്ചത് കൊണ്ട് അങ്ങേര് ക്രിസ്റ്റിയെ വന്ന് കാണാൻ പറഞ്ഞു. അല്ലായിരുന്നെങ്കിലോ? ഞാനിവിടെയുള്ള കാര്യം നിങ്ങൾ അറിയില്ലായിരുന്നു. അതും പറഞ്ഞ് വൈശാഖി വീണ്ടും ചിരിച്ചു. ഒരുപക്ഷെ അറിയാനുള്ള സമയമായി കാണും ദേവ. അതുകൊണ്ടായിരിക്കും ദേവന് സബാച്ചനോട് അങ്ങനെ ചോദിക്കാൻ തോന്നിയത്. ക്രിസ്റ്റി അത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. എന്നാലും വൈശാഖി ഇവിടെയുള്ള കാര്യം അങ്ങേർക്കൊന്ന് പറയാമായിരുന്നു. പോലീസും വീട്ടുകാരും ഒക്കെ ഇവിടെ അന്വേഷിക്കുകയാണെന്ന കാര്യം അങ്ങേർക്കും അറിയാമായിരുന്നാണല്ലോ. പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ദേവേട്ട. മൂളിയെങ്കിലും വൈശാഖി പറഞ്ഞതിൽ പൂർണ്ണ തൃപ്തിയില്ലാത്ത വിധം ദേവന്റെ നെറ്റിയും അതോടൊപ്പം ചുളിഞ്ഞു. സംഭവിക്കുന്ന കാര്യങ്ങളിൽ എന്തോ ഒരു അപാകത ഉള്ളതുപോലെ അവന്റെ ഉള്ളിലെ പോലീസ് ബുദ്ധി അസ്വസ്ഥമായി. എങ്കിലും അവനത് പുറത്തു കാണിക്കാതെ മുഖം സാധാരണ പോലെ പിടിച്ചതേയുള്ളൂ. ക്രിസ്റ്റി കൈവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്തുകൊണ്ട് ഗൗരിയെ നോക്കി. അവളപ്പോൾ വൈശാഖിയെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ കെച്ചു? അവളുടെ ആ നോട്ടത്തിന്റെ പൊരുൾ എന്തെന്നറിയാനുള്ള വെമ്പൽ വൈശാഖിയുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. ഗൗരി അതിന് മറുപടി പറയും മുന്നേ ദേവൻ ഇരുന്നിടത്തു നിന്നും അല്പം മുന്നോട്ടാഞ്ഞു. സജീവൻ കൊല ചെയ്യപ്പെട്ട വിവരം വൈശു അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? ദേവന്റെ ചോദ്യം കേട്ട് അതേ എന്ന അർത്ഥത്തിൽ വൈശാഖി തലയാട്ടി. ഞങ്ങൾ ചെല്ലുമ്പോഴേ രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന സജീവന്റെ മൃതദേഹത്തിനരികിൽ ഗൗരിയാണ് ഉണ്ടായിരുന്നത്. ദേവൻ ഒന്ന് നിർത്തി വൈശാഖിയുടെയും ക്രിസ്റ്റിയുടെയും മുഖത്തെ ഭാവഭേദങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. ഓവ്, അക്കാര്യം സബാച്ചൻ പറഞ്ഞിരുന്നു. ക്രിസ്റ്റിയാണ് മറുപടി പറഞ്ഞത്. സജീവനെ കൊല ചെയ്തത് ഗൗരിയാണോ എന്നൊരു സംശയം സ്വാഭാവികമായും ആദ്യം പോലീസുകാർക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ വിശദമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അത് ഗൗരിയല്ല എന്നാ. കാരണം സജീവന്റേത് കൂടാതെ മറ്റൊരു പുരുഷന്റെ ബൂട്ടിന്റെ പാടുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ദേവൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ വൈശാഖി അവനെ തന്നെ നോക്കിയിരുന്നു. ആ ബൂട്ടിന്റെ പാടുകൾ ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞത്. അത്രയും പറഞ്ഞിട്ട് ദേവൻ ഗൗരിയെ നോക്കി. അവന്റെ ആ നോട്ടം കണ്ട് നെറ്റി ചുളിച്ചും കൊണ്ട് വൈശാഖിയും ഗൗരിയുടെ നേരെ തിരിഞ്ഞു. ഗൗരി മറുപടിയൊന്നും പറയാതെ ഇരുന്നതേ ഉള്ളൂ. അന്ന് ബഹളം കേട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ ഗൗരി സജീവനുമായി കാവിനകത്ത് വെച്ച് മൽപ്പിടുത്തം നടത്തുന്ന ഒരാളുടെ രൂപം അവ്യക്തമായി കണ്ടിരുന്നു. അത് അനന്തനായിരുന്നോ എന്നൊരു സംശയം അവൾക്കുണ്ട്. ആ ഒരു രൂപസാദൃശ്യം തോന്നിയത് കൊണ്ടാണ് ആ രാത്രി ഭയം പോലും വകവെക്കാതെ അവൾ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതും. ശ്വാസം നിലച്ചതുപോലെ വൈശാഖി ഗൗരിയെയും ദേവനെയും മാറി മാറി നോക്കി. പക്ഷേ അവൾ ഓടിച്ചെല്ലുമ്പോഴേക്കും സജീവനെ വെട്ടിയിട്ട് അയാൾ അവിടെയൊന്നും പോയിരുന്നു. ദേവൻ പറഞ്ഞു നിർത്തുമ്പോൾ വൈശാഖിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. വിറയ്ക്കുന്ന കൈകളാൽ അവൾ ഗൗരിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. സത്യമാണോ ഗച്ചു? തലയാട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കാനെന്നോണം ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. കേട്ട കാര്യത്തിന്റെ അവിശ്വസനീയതയിൽ ക്രിസ്റ്റിയുടെ മുഖത്തും അത്ഭുതം നിറഞ്ഞു നിന്നിരുന്നു. ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് അനന്തൻ എപ്പോഴെങ്കിലും വൈശാഖിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു? ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ദേവന്റെ ആ ചോദ്യം. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാൻ പോലും മറന്ന് ഇല്ല എന്ന അർത്ഥത്തിൽ വൈശാഖി വിലങ്ങനെ തലയാട്ടി. ദേവന്റെ മുഖത്ത് നിരാശ പടരുന്നത് അവർ കണ്ടു. വൈശാഖിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഗൗരി പറഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് വെച്ചു ഞാൻ കൊറ്റങ്കാവിലേക്ക് വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. അന്ന് അവിടെ കണ്ടത് അനന്തേട്ടൻ തന്നെ ആയിരുന്നുവെങ്കിൽ ഇനിയും ഏട്ടൻ നമ്മൾ അന്വേഷിച്ചു വരും, തീർച്ച. ആ സമയത്ത് നീ അവിടെ വേണം. ഗൗരിയുടെ വാക്കുകൾ വൈശാഖിയുടെ കണ്ണുകളിൽ വലിയൊരു പ്രത്യാശ നിറച്ചു. എങ്കിലും അവൾ തീരുമാനമെടുക്കാനാവാതെ ക്രിസ്റ്റിയെ നോക്കി. അല്പനേരം ആലോചിച്ചതിന് ശേഷമാണ് അവൻ മറുപടി പറഞ്ഞത്. പോകുന്നതിൽ തെറ്റില്ല എന്ന എന്റെയും അഭിപ്രായം. വൈശാഖി സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൻ തുടർന്നു. അവിടെ ഇപ്പോൾ ദേവനുണ്ടല്ലോ, കൂടാതെ എന്തിനും സപ്പോർട്ടുമായി വിശ്വനുണ്ട്. അതുകൊണ്ട് ഗംഗാധരനെയും രാജേന്ദ്രനെയും പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം. ക്രിസ്റ്റി കൂടി സമ്മതം മൂടിയതോടെ വൈശാഖി ചിന്തയിലാണ്ടു. അനന്തനെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രതീക്ഷകളും അവളുടെ മനസ്സിനെ കൊറ്റങ്കാവിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ മുഖമുയർത്തി. ഞാൻ വരാം. പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു മറുപടിയെങ്കിലും അതിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ആശ്വാസവും സന്തോഷവും നിറഞ്ഞ ചിരിയോടെ
ഗൗരി ചാടി എഴുന്നേറ്റ് വൈശാഖിയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ ഉമ്മ വെച്ചു. മുറിയിൽ നിറഞ്ഞു നിന്ന ആ സന്തോഷത്തിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായി ക്രിസ്റ്റിയുടെ ഫോൺ ശബ്ദിച്ചത്. എല്ലാവരുടെയും ശ്രദ്ധ അതോടെ അവനിലേക്ക് തിരിഞ്ഞു. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയ ക്രിസ്റ്റിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. സെബാസ്റ്റ്യനാണ്, നമ്മൾ എത്തിയോന്നറിയാൻ വിളിക്കുന്നതാവും. അതും പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെയാണ് ക്രിസ്റ്റി കോൾ എടുത്തത്. ഹലോ സെബാസ്റ്റ്യ. പക്ഷേ മറുതലയ്ക്കൽ നിന്നും സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ക്രിസ്റ്റിയുടെ മുഖത്ത് ചിരി മാഞ്ഞു. നിമിഷനേരം കൊണ്ട് അവന്റെ മുഖം വിളറി വെളുത്തു. കണ്ണുകളിൽ ആശങ്കയും വെപ്രാളവും ഇരച്ചു കയറുന്നത് കണ്ട് കാര്യമറിയാതെ ഗൗരിയുടെയും ദേവന്റെയും ഉള്ളിൽ അകാരണമായൊരു പിരിമുറുക്കം ഉടലെടുത്തു. കോൾ കട്ട് ചെയ്തതിനു ശേഷം എന്തു പറയണമെന്നറിയാതെ ക്രിസ്റ്റി അന്തിച്ചിരിക്കുകയായിരുന്നു. എന്താ ക്രിസ്റ്റി, എന്താ കാര്യം? ദേവൻ ആകാംക്ഷയോടെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. മറുപടി പറയാതെ വിറയ്ക്കുന്ന കൈകളോടെ ക്രിസ്റ്റി തന്റെ മൊബൈൽ ഓൺ ചെയ്ത് അതിൽ യൂട്യൂബ് എടുത്തു. വാർത്താ ചാനലിന്റെ ലൈവ് സ്ട്രീമിംഗ് അവൻ ശബ്ദം കൂട്ടിവെച്ച് മൊബൈൽ എല്ലാവർക്കും കാണാൻ പാകത്തിൽ തിരിച്ചു പിടിച്ചു. സ്ക്രീനിൽ ഒരു വാർത്താ അവതാരകൻ ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുകയായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ആഭ്യന്തരമന്ത്രി വിശ്വനാഥൻ ചേലക്കലിനെതിരെ പീഡന പരാതി. ഒരു യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. ദേവൻ വേഗത്തിൽ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ സ്ക്രീനിലേക്ക് നോക്കി. വാർത്ത തുടരുകയായിരുന്നു. കൊറ്റങ്കാവിലെ പ്രമുഖ കുടുംബത്തിലെ അംഗമായിരുന്ന അടുത്തിടെ കൊല്ലപ്പെട്ട സജീവന്റെ ഭാര്യ രശ്മികയാണ് മന്ത്രി വിശ്വനാഥിനെതിരെ ഗുരുതരമായ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഭർത്താവ് തന്നെ നിരന്തരം ഉപദ്രവിക്കാറുള്ളതിനെക്കുറിച്ച് നേരിട്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ട് പരാതി നൽകാൻ ചെന്നപ്പോൾ മന്ത്രിയിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി എന്നാണ് യുവതി ആരോപിക്കുന്നത്. സജീവന്റെ നാട്ടുകാരൻ കൂടിയാണ് ആഭ്യന്തരമന്ത്രി. ആരോപണം മന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും യുവതി പറയുന്ന ദിവസം മന്ത്രി നാട്ടിലുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ശ്രീ യോഹന്നാൻ ചേരുന്നു. യോഹന്നാൻ, എന്താ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? സ്ക്രീനിൽ ദൃശ്യം മാറി. വിശ്വന്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന റിപ്പോർട്ടർ യോഹന്നാനെയാണ് പിന്നീട് കണ്ടത്. പിന്നിൽ പോലീസ് ജീപ്പുകളും കൂടി നിൽക്കുന്ന ജനക്കൂട്ടവും എതിർ പാർട്ടിക്കാരുടെ പ്രതിഷേധവും അവ്യക്തമായി കാണാമായിരുന്നു. പ്രശ്നമാണല്ലോ. ആരോടൊന്നില്ലാതെ ക്രിസ്റ്റി പിറുപിറുത്തു. ദേവൻ മുഖമുയർത്തി ക്രിസ്റ്റിയെ നോക്കി. അപ്രതീക്ഷിതമായ വാർത്ത കേട്ടതിന്റെ ഞെട്ടൽ അവന്റെ മുഖത്ത് അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ആഭ്യന്തരമന്ത്രി എന്നതിലുപരി തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ വിശ്വനെ കുറിച്ചുള്ള വാർത്ത അവന് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. വിശ്വേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഗൗരിയുടെ ശബ്ദം നേർത്തതായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാനോ പ്രതികരിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ദേവൻ. അവന്റെ ഉള്ളിൽ ആദ്യം നിറയുകയായിരുന്നു. ഞാനൊന്ന് അവനെ വിളിക്കട്ടെ. വെപ്രാളത്തോടെ ദേവൻ സ്വന്തം ഫോണെടുത്ത് വിശ്വന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ചെവിയിൽ ഫോൺ ചേർത്തുകൊണ്ട് അവൻ അക്ഷമനായി കാത്തുനിന്നു. സ്വിച്ച്ഡ് ഓഫ്. നിരാശയോടെ ഫോൺ കട്ട് ചെയ്ത് അവൻ ഗൗരിയെയും വൈശാഖിയെയും നോക്കി. പ്രശ്നങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. കൊറ്റങ്കാവിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ അവന്റെ മനസ്സ് തിടുക്കം കൂട്ടി. നമുക്ക് എത്രയും വേഗം തിരികെ പോണം, വൈകിക്കാൻ ഇനി സമയമില്ല. ദേവൻ പറഞ്ഞതിനെ ശരിവെച്ച് ഗൗരിയും വൈശാഖിയും തലയാട്ടി. ഞാൻ വരാം, നമുക്ക് എന്റെ കാറിൽ പോകാം, അതാവുമ്പോൾ വേഗത്തിലെത്താം. ക്രിസ്റ്റിയും കൂടെ എഴുന്നേറ്റു. വൈശാഖിയെ കണ്ടുകിട്ടിയ സന്തോഷത്തിനു മേൽ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ ഈ വാർത്തയുടെ കാർമികങ്ങൾ ഉറഞ്ഞുകൂടിയിരുന്നു. മനസ്സിൽ 1000 ചോദ്യങ്ങളും ആശങ്കകളുമായി അവർ കൊറ്റങ്കാവിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്